എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന testng.xml ഫയലിലെ റിസർവ് ഓർഡർ എന്ന ആട്രിബ്യൂട്ടിന്റെ യൂസേജിനെ കുറിച്ചാണ്. ഞാൻ എക്ലിപ്സ് ഐഡി ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലീനിയം ടെസ്റ്റിംഗ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവയ്ക്കകത്ത് form.testng.preserve എന്നൊരു പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിനുള്ളിൽ 3 ജാവ ക്ലാസ്സസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 1, ക്ലാസ് 3, ക്ലാസ് 2. ഈ 3 ക്ലാസ് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ക്ലാസ് 1, അതിനുശേഷം ഞാൻ ക്ലാസ് 2 ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്ന ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അതുകൊണ്ടാണ് ക്ലാസ് 1 കഴിഞ്ഞ് ക്ലാസ് 3 ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. ഞാൻ ഈ ക്ലാസ് 3 ഓപ്പൺ ചെയ്യുവാണ്. ക്ലാസ് 1-നകത്ത് 2 ടെസ്റ്റ് കേസുകളുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് കേസ്, സെക്കൻഡ് ടെസ്റ്റ് കേസ്. ഈ 2 മെത്തേഡും ക്ലാസിന്റെ പേരും അതിനുശേഷം ഒരു ഹൈഫൻ ഇട്ട് കറസ്പോണ്ടിങ് മെത്തേഡ് നെയിമുമാണ് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കുന്നത്. അതുപോലെ ക്ലാസ് 2-നകത്തും 2 ടെസ്റ്റ് കേസുകളാണുള്ളത്. ഫസ്റ്റ് ടെസ്റ്റ് കേസ്, സെക്കൻഡ് ടെസ്റ്റ് കേസ്. ഫംഗ്ഷനാലിറ്റി സെയിം ആണ്. ക്ലാസ് നെയിമും അതോടൊപ്പം തന്നെ ഒരു ഹൈഫൻ ഇട്ടിട്ട് അതിന്റെ കറസ്പോണ്ടിങ് മെത്തേഡ് നെയിമുമാണ് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നത്. ക്ലാസ് 3-ലും 2 ടെസ്റ്റ് കേസ് ആണുള്ളത്. ഫസ്റ്റ് ടെസ്റ്റ് കേസ്, സെക്കൻഡ് ടെസ്റ്റ് കേസ് സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ്. ക്ലാസ് നെയിമും അതോടൊപ്പം ഹൈഫൻ ഇട്ടിട്ട് അതിന്റെ കറസ്പോണ്ടിങ് മെത്തേഡ് നെയിമുമാണ് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ 3 ക്ലാസ് റൺ ചെയ്യാൻ വേണ്ടി ഞാനൊരു testng.xml ഫയൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫയലിന്റെ പേര് testng_preserve.xml എന്നുള്ളതാണ്. ഈ testng.xml ഫയലിനകത്ത് 3 ക്ലാസ്സുകൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് എന്ന ടാഗിനുള്ളിൽ. ഈ ക്ലാസ്സസ് എന്ന ടാഗ് ടെസ്റ്റ് ടാഗിനകത്താണ്. അപ്പോൾ ഇവിടെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നൊരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കൺസോളിലെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് testng suite. കൺസോളിൽ ആദ്യമേ ക്ലാസ് 1 ഫസ്റ്റ് ടെസ്റ്റ് കേസ് വന്നു, ക്ലാസ് 1 സെക്കൻഡ് ടെസ്റ്റ് കേസ് വന്നു, ക്ലാസ് 2 ഫസ്റ്റ് ടെസ്റ്റ് കേസ് വന്നു, ക്ലാസ് 2 സെക്കൻഡ് ടെസ്റ്റ് കേസ് വന്നു, അതിനുശേഷം ക്ലാസ് 3 ഫസ്റ്റ് ടെസ്റ്റ് കേസ്, ക്ലാസ് 3 സെക്കൻഡ് ടെസ്റ്റ് കേസ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓർഡറിൽ തന്നെയായിട്ടാണ് testng എക്സിക്യൂട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സിക്യൂഷന്റെ ആ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ testng പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ടെസ്റ്റ് ടാഗിനകത്ത് നമ്മൾ പ്രിസർവ് ഓർഡർ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രിസർവ് ഓർഡർ എന്ന ആട്രിബ്യൂട്ട് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫോൾട്ട് വാല്യൂ ട്രൂ ആണ്. നമ്മളത് ഫോൾസ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും ഈ testng.xml ഫയൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് കേസസ് ഒരു അൺപ്രഡിക്റ്റബിൾ ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. ഞാൻ അത് നിങ്ങളെ കാണിക്കാം. ഞാൻ പ്രിസർവ് ഓർഡർ എന്ന ആട്രിബ്യൂട്ട് ആഡ് ചെയ്തതിനു ശേഷം അതിന്റെ വാല്യൂ ഫോൾസ് ആക്കി അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ടെസ്റ്റ് സ്യൂട്ട് റൺ ചെയ്യുകയാണ്. റൺ ആസ് testng suite. നിങ്ങൾക്ക് ഇത്തവണ കൺസോൾ നോക്കിയാൽ കാണാം ക്ലാസ് 1 ഫസ്റ്റ് ടെസ്റ്റ് കേസ്, ക്ലാസ് 1 സെക്കൻഡ് ടെസ്റ്റ് കേസ്, അതിനുശേഷം ക്ലാസ് 3 ഫസ്റ്റ് ടെസ്റ്റ് കേസും ക്ലാസ് 3 സെക്കൻഡ് ടെസ്റ്റ് കേസും ആണ് എക്സിക്യൂട്ട്. അതിനുശേഷമാണ് ക്ലാസ് 2 ഫസ്റ്റ് ടെസ്റ്റ് കേസും ക്ലാസ് 2 സെക്കൻഡ് ടെസ്റ്റ് കേസും റൺ ആയത്. ഇത് ഇവിടെ ഇങ്ങനെ സംഭവിച്ച് ഈ പ്രിസർവ് ഓർഡർ എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഫോൾസ് ആക്കിയതെന്നാണ്. നമ്മൾ വീണ്ടും ട്രൂ ആക്കി കഴിഞ്ഞാൽ ആദ്യമേ ഈ പ്രിസർവ് ഓർഡർ എന്ന ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാതെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു അതേ രീതിയിൽ തന്നെ വർക്കാവും. അത് ഞാൻ കാണിക്കാം. ഫോൾസ് മാറ്റി ട്രൂ എന്നുള്ള വാല്യൂ ആക്കി ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഞാൻ റൺ ചെയ്യുവാണ് ഈ സ്യൂട്ട് ഫയൽ. റൺ ആസ് testng suite. പ്രിസർവ് ഓർഡർ എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ട്രൂ ആക്കിയപ്പോൾ വീണ്ടും നമ്മൾ ആദ്യമേ ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാതെ റൺ ചെയ്തപ്പോൾ എങ്ങനെ സംഭവിച്ചു അതേ രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഡീഫോൾട്ട് ആയിട്ട് testng.xml റൺ ചെയ്യുന്ന ഒരു ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് പ്രിസർവ് ഓർഡർ എന്ന ആട്രിബ്യൂട്ട് വാല്യൂ ഫോൾസ് ആക്കുമ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ ഓർഡറിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, testng.xml ഫയൽ ക്ലാസ്സസ് എന്ന ടാഗിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ക്ലാസ് അതേപടി അല്ലാതെ നമുക്ക് റൺ ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രിസർവ് ഓർഡറിന്റെ വാല്യൂ ഫോൾസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ ഓർഡറിലായിരിക്കും അത് എക്സിക്യൂട്ട് ആകുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.